ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഒരു മഹാനായ വ്യക്തിയായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുമായിരുന്നു. ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ. ബാല്യകാലം. അലഹബാദിൽ ജനിച്ച നെഹ്റു ധനിക കുടുംബത്തിൽ നിന്നുള്ളവനായിരുന്നു. നല്ല വിദ്യാഭ്യാസം ലഭിച്ച അദ്ദേഹം ചെറുപ്പം മുതൽ ദേശീയതയോടുള്ള അഭിമാനം വളർത്തിയെടുത്തു. രാഷ്ട്രീയ ജീവിതം. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായ നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി. ജയിൽവാസം ഉൾപ്പെടെ നിരവധി സമരങ്ങളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു ആധുനിക രാഷ്ട്രമായി വളർന്നു. പഞ്ചവത്സര പദ്ധതികൾ. ഇന്ത്യയുടെ വികസനത്തിനായി നെഹ്റു പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചു. ഈ പദ്ധതികൾ വ്യവസായവൽക്കരണം, കൃഷി, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ചേരിചേരാ നയം. അമേരിക്കയോ സോവിയറ്റ് യൂണിയനോ ആയുള്ള സഖ്യം ഒഴിവാക്കി ഇന്ത്യ ഒരു സ്വതന്ത്ര വിദേശനയം സ്വീകരിക്കണമെന്ന് നെഹ്റു വിശ്വസിച്ചു. ഇതാണ് ചേരിചേരാ നയം. നെഹ്റുവിന്റെ പ്രധാന സംഭാവനകൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി നെഹ്റു നടത്തിയ പോരാട്ടം അദ്ദേഹത്തെ ഒരു ദേശീയ നായകനാക്കി മാറ്റി. ആധുനിക ഇന്ത്യയുടെ അടിത്തറ. ഇന്ത്യയെ ഒരു ആധുനിക രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ നെഹ്റുവിന്റെ പങ്ക് നിർണായകമായിരുന്നു. പഞ്ചശീലം. ലോകശാന്തിക്കായി നെഹ്റു മുന്നോട്ടുവച്ച 5 തത്വങ്ങളാണ് പഞ്ചശീലം. സാഹിത്യകാരനും ചരിത്രകാരനും. നെഹ്റു ഒരു മികച്ച എഴുത്തുകാരനും ചരിത്രകാരനുമായിരുന്നു. ആൻ ഓട്ടോബയോഗ്രഫി, ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ തുടങ്ങിയ നിരവധി പ്രശസ്ത ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. മരണം. 1964 മെയ് 27 നെഹ്റു അന്തരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളും പ്രവർത്തനങ്ങളും ഇന്നും ഇന്ത്യയെ സ്വാധീനിക്കുന്നു. നെഹ്റുവിന്റെ പ്രധാന സവിശേഷതകൾ. ദേശഭക്തി, ജനാധിപത്യം, സോഷ്യലിസം, അഹിംസ, ലോകശാന്തി. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു അധ്യായം മാത്രമല്ല, ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്നും പ്രസക്തമാണ്. നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും അറിയണമെങ്കിൽ ദയവായി ചോദിക്കുക. ജവഹർലാൽ നെഹ്റുവിന്റെ കേരളവുമായുള്ള ബന്ധം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര സേനാനിയും ആദ്യത്തെ പ്രധാനമന്ത്രിയുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഹൃദയത്തിൽ കേരളത്തിനും പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. നെഹ്റുവിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, വികസന പദ്ധതികൾ എന്നിവയെല്ലാം കേരളത്തിന്റെ പുരോഗതിയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കേരളത്തിലെ നെഹ്റുവിന്റെ സ്മാരകങ്ങൾ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, കൊച്ചി. ഇന്ത്യയിലെ വലിപ്പമേറിയ 4ാമത്തെ സ്റ്റേഡിയമാണ് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. 1996 നിർമ്മിച്ച ഈ സ്റ്റേഡിയം അന്തർദേശീയ ക്രിക്കറ്റ് മത്സരങ്ങൾ ഉൾപ്പെടെ നിരവധി കായിക മത്സരങ്ങൾക്ക് വേദിയാകാറുണ്ട്. നെഹ്റു കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്. കേരളത്തിൽ നടക്കുന്ന ഒരു പ്രമുഖ ഫുട്ബോൾ ടൂർണമെന്റാണ് നെഹ്റു കപ്പ്. നെഹ്റുവിന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ഈ ടൂർണമെന്റ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ഇടയിൽ വളരെ ജനപ്രിയമാണ്. കേരളത്തിന്റെ വികസനത്തിൽ നെഹ്റുവിന്റെ പങ്ക്. പഞ്ചവത്സര പദ്ധതികൾ. ഇന്ത്യയിലെ വികസനത്തിനായി നെഹ്റു ആരംഭിച്ച പഞ്ചവത്സര പദ്ധതികൾ കേരളത്തിന്റെ വികസനത്തിലും നിർണായക പങ്കുവഹിച്ചു. വ്യവസായവും കൃഷിയും. കേരളത്തിലെ വ്യവസായവും കൃഷിയും മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പദ്ധതികൾ സഹായിച്ചു. വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ മേഖലയിലും നെഹ്റുവിന്റെ പദ്ധതികൾ കേരളത്തിന് വലിയ സംഭാവന നൽകി. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ. കേരളത്തിലെ ജനങ്ങൾ നെഹ്റുവിനെ ഒരു പ്രിയപ്പെട്ട നേതാവായി കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ ദീർഘദർശിയായ നേതൃത്വം കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് വളരെയധികം സഹായിച്ചു. ഉപസംഹാരം. ജവഹർലാൽ നെഹ്റുവിന്റെ കേരളവുമായുള്ള ബന്ധം വളരെ അടുത്തതായിരുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങളും പദ്ധതികളും ഇന്നും കേരളത്തിന്റെ വികസനത്തിൽ പ്രതിഫലിക്കുന്നു. നെഹ്റുവിന്റെ ഓർമ്മകൾ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കുന്നു.